മുഖ്യമന്ത്രി നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തുമെന്നാണ്. പിണറായി വിജയൻ എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തി. അദ്ദേഹം വേദിയിലേക്ക് കടക്കുന്നു. നേതാക്കളെയൊക്കെ കാണുന്നുണ്ട്. പിണറായി വിജയൻ ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹത്തെ സ്വീകരിച്ചു. NK പ്രേമചന്ദ്രൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ കണ്ടു. അതിനൊപ്പം തന്നെ മറ്റ് MLA മാരും അതേപോലെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി ആകാൻ ഹൈക്കമാൻഡ് എത്തുന്നു. രാഹുൽ ഗാന്ധി, മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരൊക്കെ സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ ഹാളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളും അതിനൊപ്പം നിയുക്ത മന്ത്രിമാരും അതേപോലെ തന്നെ മറ്റുള്ളവരെല്ലാം മുൻ മുഖ്യമന്ത്രിയെ, നിയുക്ത പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ട് അഭിവാദ്യം അർപ്പിക്കുകയാണ്. വേദിയിൽ അദ്ദേഹവും ഇരിക്കാൻ പോകുന്നു. ഒപ്പം തന്നെ ഹൈക്കമാൻഡ് നേതാക്കൾ എത്തുന്നു. VS അനു ചേരുന്നുണ്ട്. അനു, അപ്പോൾ ഹൈക്കമാൻഡും എത്തി. സേതു, ഏതായിരുന്നാലും ഈ പറയുന്ന സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള VIP-കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അല്പസമയം മുമ്പ് കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയം മുമ്പാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുന്നു. ഇനി കാത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവിന് വേണ്ടി. ഞാൻ നിൽക്കുന്നത് ഈ VIP-കൾ കടന്നു പോകുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ VIP ഗേറ്റിൻ്റെ അവിടെയാണ്. കനത്ത സുരക്ഷ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം, വിവിധ മറ്റ് ജില്ലകളിൽ നിന്ന് പോലുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം വെച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മന്ത്രിമാർ എത്തുന്നു. അല്പസമയം മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അല്പസമയം മുമ്പാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. ഇനിയും പ്രധാനപ്പെട്ട VIP-കൾ മറ്റ് സംസ്ഥാനങ്ങളിലെ രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള VIP-കൾ വരാനുണ്ട്. രേവന്ത് റെഡ്ഡിക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വരവും അതിനുവേണ്ടിയും ഈ കന്റോൺമെൻറ്റ് ഗേറ്റാണ്. സാധാരണ മുഖ്യമന്ത്രി വരുമ്പോഴും അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന വഴിയാണ്. ഇവിടെ കനത്ത സുരക്ഷയുണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. കാരണം നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് വലിയ ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും എല്ലാവരും കാത്തിരിക്കുന്നത് 16ാം കേരള നിയമസഭയുടെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ആണ്. 14 പുതുമുഖങ്ങൾ, മുഖ്യമന്ത്രി അടക്കമുള്ള 14 പുതുമുഖങ്ങൾ, 2 വനിതാ മന്ത്രിമാർ, അങ്ങനെ വലിയ പ്രത്യേകതകളുള്ള സത്യപ്രതിജ്ഞ ചടങ്ങുകൾ. 60 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സമ്പൂർണ്ണ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. 60 വർഷത്തിന് ശേഷം, 6 പതിറ്റാണ്ടിന് ശേഷം സമ്പൂർണ്ണ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് വേണ്ടിയിട്ടുള്ള, അദ്ദേഹം കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കുന്നു. അതിനുശേഷമായിരിക്കും രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുക. അങ്ങനെ വലിയ ആവേശത്തിലും ഇപ്പോഴും ആളുകൾ, ഈ സെൻട്രൽ സ്റ്റേഡിയം നല്ല തിരക്ക് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആളുകൾ പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പലയിടങ്ങളിലും ഈ നൽകിയ പാസുകൾക്ക് അപ്പുറത്തേക്ക് ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ മന്ത്രിമാരൊക്കെ, നിയുക്ത മന്ത്രിമാരൊക്കെ നമ്മളോട് പ്രതികരിച്ചു. KM മുരളീധരൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഏതായാലും 10 കൊല്ലത്തിന് ശേഷമാണ് ടീം UDF അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ച് വലിയ ആവേശമാണ് അവർക്ക് ഈ നിമിഷം നൽകുന്നത്. ഏതായാലും അല്പസമയത്ത് മറ്റൊരു VIP കൂടെ വരുന്നുണ്ട്. ഇത് ആരാണ് എന്നുള്ള കാര്യം നമുക്ക്, VIP-യുടെ കോൺവേ ആണ് വരുന്നത്. സേതു.